എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഐഫോണാണ്. 1.5 പവന്റെ സ്വർണ്ണമായിരുന്നെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ എഗ്രിമെന്റ് എഴുതി. എഗ്രിമെന്റ് എൻ്റെ പുന്നാര ചേച്ചി ഉണ്ടല്ലോ എന്നോട് പറഞ്ഞു ഐഫോൺ വാങ്ങിത്തരണമെങ്കിൽ ഒരു എഗ്രിമെന്റ് എഴുതണമെന്ന്. ഞാനത് എഴുതാനായിട്ട് ഇരിക്കുവാണ്. എഗ്രിമെന്റ് ഞാനങ്ങനെ എഗ്രിമെന്റ് എഴുതി. ഞാൻ എന്താണെന്ന് വായിച്ചു തരാം. ഓക്കെ. ശില്പ ഷാജി എന്ന ഞാൻ ശീതൽ ഷാജിയുടെ കയ്യിൽ നിന്ന് ഐഫോൺ 17 പ്രോ വാങ്ങി. ഇതിന് പകരമായിട്ട് ഞാൻ ശീതൽ ഷാജിനെ ചേച്ചി എന്ന് മാത്രമേ വിളിക്കൂ. ഒപ്പം മറ്റു മോശ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ല. തട്ടി തെണ്ടി എടി എന്നുള്ള പദാർത്ഥങ്ങൾ പൂർണ്ണമായും ഞാൻ ഒഴിവാക്കും. ഒപ്പം ശീതൽ ചേച്ചിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. സത്യം സത്യം അസത്യം എന്ന് ശില്പ ഷാജി. ഒപ്പ് സാക്ഷികൾ മിനി ഷാജിയും ഷാജിമോൻ PF. ഐഫോൺ വാങ്ങുന്നതിലും ടഫാണ് എനിക്ക് അവളെ ചേച്ചി എന്ന് വിളിക്കാൻ. എന്നിട്ട് അവൾ എന്നെ കൊണ്ട് ഈ എഗ്രിമെൻ്റാണ് ഒപ്പിട്ടേക്കുന്നത്. ഗൈസ്, നമുക്ക് ആദ്യം സാധനം കൈ കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് പിന്നെ തിരിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് ആദ്യം സാധനം കൈ കിട്ടുന്ന വരെ നമുക്ക് കുറച്ച് സോപ്പൊക്കെ ഇട്ട് നിൽക്കണം. ഓക്കെ. എഗ്രിമെന്റ് ഇനി മലയാളം എഴുതാൻ അറിയത്തില്ല മോളു. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ റെഡിയായി നമ്മൾ ഇറങ്ങാൻ പോവാണ്. സോ വി ആർ ഗോയിങ് ടു ബൈ ഐഫോൺ ടുഡേ. ഞാനും പപ്പയും ചേച്ചിയും കൂടിയിട്ടാണ് പോയി മേടിക്കുന്നത്. മമ്മി വരുന്നില്ല. അതേ പപ്പ കാറൊക്കെ എടുത്തിട്ടുണ്ട്. സോ ഹാപ്പി. നമുക്ക് വേഗം പോവാം. എന്തേലും പറ. അല്ല ഗൈസ്, നമുക്ക് പോവാം. ഞാൻ ഇരുന്നു. ഗൈസ്, ചേച്ചി വാങ്ങിത്തരുന്നതിൻ്റെ അഹങ്കാരമാണ് ഗൈസ് അവൾക്ക്. ഫോൺ ഞാൻ എടുക്കും പൊടി. നീ വേടി. ചേച്ചിയുടെ അഹങ്കാരം കണ്ടോ ഗൈസ്? അവള് ഫോൺ മേടിച്ചു തരുമെന്ന് വെച്ച് ഇനി ഞാൻ കുറേ പട്ടി ഷോ കാണേണ്ടി വരും. അപ്പൊ ഞങ്ങൾ ഓക്സിജനിലായിരുന്നു കേട്ടോ ഫോൺ എടുക്കാൻ പോയത്. ആക്ച്വലി എനിക്ക് ഭയങ്കര ഷൈ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിലൊന്നും സംസാരിക്കാത്ത. കുറച്ച് നാണമൊക്കെ വന്നു കടയിലൊക്കെ ആയതുകൊണ്ട്. പിന്നെ ചേച്ചി ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തത്. അവൾ എന്റെ ഫേസ് എടുത്തില്ല. ആക്ച്വലി ഈ സമയത്ത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായില്ല, കാരണം ഇതെനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമൊന്നുമല്ല. റീസെന്റ് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഐഫോൺ വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ തന്നെ ഇത് സാധിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വസിക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ആയിരുന്നു ഇത്. അതിന് ഞാൻ ഫോൺ എടുത്ത് അപ്പൊ തന്നെ ഞാൻ ഫോണിനൊരു കവറും വാങ്ങി, കാരണം എല്ലാവരും പറഞ്ഞത് പെട്ടെന്ന് സ്ക്രാച്ച് ആവുന്നു. അപ്പൊ തന്നെ നമ്മൾ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിട്ടോ. പിന്നെ ബാക്കിൽ ക്യാമറയിൽ ഒട്ടിക്കണോ ചോദിച്ചു. അവര് പറഞ്ഞത് ക്ലാരിറ്റി പോവും, അതുകൊണ്ട് ഒട്ടിച്ചില്ല. പിന്നെ ചേച്ചിക്കൊന്നും അത്ര വലിയ സന്തോഷമൊന്നുമല്ല, ഇവിടെ എനിക്ക് മാത്രമാണ് സന്തോഷമുള്ളത്. അങ്ങനെ എല്ലാം വാങ്ങി, ചാർജറും എല്ലാ സാധനങ്ങളും ഒക്കെ വാങ്ങി നമ്മള് ഓക്സിജനിൽ നിന്ന് ഇറങ്ങി. ദിസ് ഇസ് മൈ ന്യൂ ഫോൺ. കവർ കുറച്ച് അലമ്പായിന്ന് എനിക്കും അറിയാം, കാരണം നമുക്കത് വേറെ കവറൊന്നും കിട്ടിയില്ല. ബട്ട് തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഐഫോൺ എടുത്തു ഗൈസ്. അയ്യോ ചേച്ചി എത്ര ദിവസം കാണുമെന്നറിയാം. ചേച്ചി ഇത് വിളിക്കോളും. കാണാം, എത്ര ദിവസം കാണും. കാണാം. ആദ്യമായിട്ട് ഉമ്മ കിട്ടുന്നു. ഐഫോൺ വാങ്ങി മമ്മി. This is the first video from iPhone 17 Pro. പപ്പ ചിരിക്ക്. സന്തോഷമില്ലേ ഗൈസ്? ഇവർക്കാർക്ക് സന്തോഷമില്ല, എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ ഐഫോൺ എടുത്തിരിക്കുന്നു ഗൈസ് അറ്റ് ലാസ്റ്റ്. ഇനി നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനൽ ഗ്രോ ആക്കി തരണം, എന്നാലും എനിക്ക് ഈ പൈസക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. എഗ്രിമെൻറ്റ് ഓർമ്മയില്ല, എഗ്രിമെൻറ്റ്. അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തരിക. അപ്പോൾ നിങ്ങൾ പറയുന്ന കണ്ടൻറ്റ്സ് ഞാൻ എടുത്തു തരാം. എല്ലാവരും ഇപ്പോൾ ഫോണൊക്കെ ഇല്ലേ, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പോട്ടെ, അടുത്ത വീഡിയോ കാണാം. സോ ശില്പ ഷാജി signing off from iPhone 17 Pro. Bye.
ഗായ്സ്, ഇറ്റ്സ് 2 in the morning. ആക്ച്വലി 2:30 ഞാനിങ്ങനെ ഉറങ്ങാതെ ഇരിക്കുകയാണ്. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നാളെ ഞാൻ iPhone 17 Pro എടുക്കാൻ പോവാണ്. അപ്പോൾ ഈ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോയിൽ വന്ന് കുറച്ച് നേരം സംസാരിക്കുകയാണ്. ഈ കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നാളെ ഐഫോൺ കിട്ടിയിട്ട് വേണം ഫ്രണ്ട്സിനോടൊക്കെ പറയാൻ. കാരണം എങ്ങാനും ഇനി നടക്കാണ്ടായി എനിക്ക് വിഷമമാവും. അത് ഞാൻ ആരോടും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്ര സീക്രട്ട് ആയിട്ടൊരു കാര്യം വെക്കുന്നത്. ഈ കോണ്ടൻറ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഫോൺ അത്ര ക്ലാരിറ്റി ഇല്ല. അപ്പം എപ്പോഴും ബാക്കിയുള്ള ഫോൺ ചോദിക്കുമ്പോൾ എനിക്കൊരു മടിയായിരുന്നു. അപ്പം ഞാൻ വെറുതെ വീട്ടിൽ പറഞ്ഞു എനിക്ക് ഐഫോൺ കിട്ടിയാൽ നല്ല രസമായിരുന്നു, വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് ക്ലാരിറ്റിയുള്ള ഫോണാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതിൻ്റെ ചേച്ചിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. എന്നിട്ട് ചേച്ചി എന്നോട് പറഞ്ഞു നിനക്ക് ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അവളുടെ ഇത്രയും നാളത്തെ സേവിങ്സിൽ നിന്ന് അവൾ എനിക്ക് ഐഫോൺ വാങ്ങിത്തരാൻ പോണേ. കോണ്ടൻറ്റിന് വേണ്ടി എല്ലാ സാധനങ്ങളും വാങ്ങിത്തന്നത് എൻ്റെ ചേച്ചിയാണ്. ഈ മൈക്ക്, പിന്നെ എൻ്റെ സ്റ്റാൻഡ്, പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഫോണ്, ഇനി യൂസ് ചെയ്യാൻ പോകുന്ന ഐഫോണ്, അതെല്ലാം വാങ്ങി തന്നത് എൻ്റെ ചേച്ചിയാണ്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ, ചേച്ചിയും ചേട്ടനൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറയാം ദിസ് ഈസ് യുവർ സൈൻ, നിങ്ങളും വാങ്ങിത്താ എന്ന് നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറയൂ. അപ്പം നാളെ ഐഫോൺ എടുക്കാൻ പോകുന്ന നേരത്ത് കാണാം. നിങ്ങളെല്ലാവരും കിടന്നുറങ്ങുക. ഞാൻ ഇങ്ങനെ ഉറക്കമില്ലാതെ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കട്ടെ. ഐഫോണിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇനി പഠിക്കണം. ക്യാമറ ആംഗിള്, ലൈക്ക് കുറച്ച് സെറ്റിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇനി ഒന്ന് പഠിക്കാം ഇരുന്നിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ശരി, നാളെ രാവിലെ കാണാം. ബൈ.